ഹലോ ഗൈസ്, നമുക്കിന്ന് തേക്ക് മ്യൂസിയം കണ്ടിട്ട് വന്നാലോ? നിലമ്പൂരുകാരിയായ ഞാൻ നിലമ്പൂർ മാത്രമുള്ള തേക്ക് മ്യൂസിയം അല്ലാതെ വേറെ എന്തായാലേ കാണിച്ചു തരാം. നമുക്കിപ്പോൾ തേക്ക് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ കണ്ടാലോ? നമുക്ക് വയസ്സുള്ളതുപോലെ ഈ മരങ്ങൾക്കും വയസ്സൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ ഈ തേക്കിൻ്റെ വയസ്സളക്കുന്ന ഇതിനകത്ത് കണ്ട ഓരോരോ ലൈൻസ് കണ്ടോ? ആ ലൈൻസ് വെച്ചിട്ടായിരിക്കും ഈ തേക്ക് മരത്തിൻ്റെ വയസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ തേക്ക് മ്യൂസിയത്തിനുള്ളിൽ ഒത്തിരി ഇൻസെക്ട്സും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ബട്ടർഫ്ലൈസും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ ആർട്ട് വർക്ക്സും ചെയ്തിട്ടുള്ളത് തേക്ക് വെച്ച് മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ പ്യുവർ തേക്കാണ് ഈ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ മൊത്തം ഉള്ളത്. പിന്നെ തേക്ക് മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള പ്ലേയിങ് സെക്ഷൻസും പിന്നെ ഓർക്കിഡ്സിന് മാത്രമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് ഇവിടെ ഫുൾ ഓർക്കിഡ്സ് ആണ്. നല്ല രസമായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൂക്കളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുറത്തു കൂടെ ആണെങ്കിലും വെറുതെ നടക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. കുറേ ഫ്ലവേഴ്സും കുറേ ട്രീസും നല്ല രസമായിരുന്നു അവിടെ. പിന്നെ വാട്ടർ ലോട്ടസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം വേറെ സ്ഥലവും കൂടെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നേച്ചറും കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പറയേ വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.